ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മളിന്നൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു ഹാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് 1 കിലോ വരുന്ന ഒരു പുട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ അത് മിക്സ് ചെയ്യാൻ പാകത്തിന് കുറച്ച് വെള്ളവും എടുത്തു. പിന്നെ പുട്ടി ബ്ലേഡ് കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു, 130 രൂപയായിരുന്നു രണ്ടിനും കൂടിയിട്ട്. പിന്നെ മാസ്കിംഗ് ടേപ്പ്, ഇതിൻ്റെ ചെറുതായിരിക്കും എപ്പോഴും ബെറ്റർ, എൻ്റെ കയ്യിൽ വലുതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മിക്സ് ചെയ്യാനായിട്ടൊരു പെയിൻറ്റിൻ്റെ പാത്രം. അങ്ങനെ മിക്സിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം നമ്മൾ പുട്ടി പൗഡർ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഏതാ നമ്മുടെ വൈറ്റ് സിമെൻറ്റ് തന്നെ. അങ്ങനെ അതൊരു വാക്ക് ആവശ്യം വന്നില്ലെങ്കിലും ഞാൻ മൊത്തത്തിൽ മിക്സ് ചെയ്തു, വേറെ ആവശ്യത്തിന് വേണ്ടതുകൊണ്ട്. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു. പ്രത്യേകം റേഷ്യോ ഒന്നും പറയാനില്ല, ഒരു അത്യാവശ്യം രീതിയിൽ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മൾ കേക്കിൻ്റെ മേലെയൊക്കെ ക്രീം ചെയ്യില്ലേ, ആ ഒരു പാകത്തിന്, പിന്നെ നമുക്ക് ഭിത്തിയിൽ തേക്കാനുള്ള ആ ഒരു പാകത്തിന് അങ്ങനെ ചെയ്തെടുത്ത ശേഷം നമ്മുടെ പേപ്പറിൻ്റെ മേലെ ഹാർഡ് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ ചെറിയ ബ്ലേഡിൽ പുട്ടി എടുത്തിട്ട് അത് വലിയ ബ്ലേഡിലേക്ക് തേച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എന്ത് ചെയ്തു, ആ സംഭവം നമ്മുടെ ഹാർഡ് ബോർഡിൻ്റെ മേലെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തേച്ച് അത് കംപ്ലീറ്റ്ലി ചെയ്തെടുത്തു. തിൻ ലെയർ മാത്രമേ ആദ്യം നമ്മൾ ചെയ്യുന്നുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ തിൻ ലെയർ ഓഫ് വൈറ്റ് സിമെൻറ്റ് അല്ലെങ്കിൽ പുട്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കംപ്ലീറ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്യണത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിലേക്ക് മാസ്കിംഗ് ടേപ്പ്, അത് ഞാൻ ഇച്ചിരി വലുതായതുകൊണ്ട് എനിക്ക് അത്രയും വലിപ്പം വേണ്ട, അപ്പം അത് രണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നീളത്തിൽ ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഇഷ്ടികയുടെയൊക്കെ ആ ഒരു ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തു. ചെറിയ പീസസ് ഇഷ്ടിക പോലെ ഇങ്ങനെ ഇടക്കിടക്ക് സ്പേസ് ഇട്ടിട്ട് നേരെ ഒട്ടിച്ചും കൊടുത്തു. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ഇത് മിക്കവർക്കും അറിയാൻ പറ്റും, ഈ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ. അപ്പം എനിക്കാണെങ്കിൽ ആർട്ട് വർക്കിൽ ഈ താഴെ വെക്കാനായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ല, അപ്പം അങ്ങനെ ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ മേലെ പുട്ടി തിൻ ലെയർ ഓഫ് തന്നെ ചെയ്ത് കൊടുത്തു. ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ടെക്സ്ചർ കൊടുക്കുമ്പോൾ അതായിരിക്കും നല്ലത്. ഇതിപ്പം ഇച്ചിരി ഡ്രൈ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ മേലെ നമ്മുടെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ചെയ്തു. പിന്നെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു. വേറൊന്നുമല്ല, എൻ്റെത് ഞാൻ ഫാൻ ഇട്ടിട്ട് കുറച്ച് ഡ്രൈ ആയിരുന്നു, അതിൻ്റെ മേലെ കൊടുത്തതാണ് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട്. അങ്ങനെ ഫുള്ള് നമ്മൾ പറിച്ചെടുത്തു. ഇതാണ് നമ്മുടെ ടെക്സ്ചർ. മാസ്കിംഗ് ടേപ്പൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടി. മിക്ക സ്ഥലത്തും കണ്ടിട്ടില്ലേ. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.